ഹായ്, പുതിയൊരു വീഡിയോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് നമ്മളെല്ലാം വെറുപ്പിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്, ഫിലിം ഇൻഡസ്ട്രിയാണ് തെലുങ്ക്, അതായത് ടോളിവുഡ് എന്ന് പറയുന്നത്. ഇതിനകത്ത് കുറേ അഭിനയം എന്തുവെന്ന് പോലും അറിയാത്ത അഭിനയം എന്തോ കോപ്രായം കാണിക്കുന്ന കുറേ ആക്ടർമാരുണ്ട്. കൂടുതലും അത് തന്നെയാണ്. പിന്നെ ഞാൻ ഈ വീഡിയോയുടെ അവസാനം അത്യാവശ്യം ആക്ടിങ് എനിക്ക് തോന്നിയിട്ടുള്ള 2-3 പേരുടെ പേര് പറയാം. പിന്നെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം കേരളത്തിലും പോപ്പുലറായിട്ടുള്ളവരുടെ ഒരു ആക്ടർമാരെയാണ്, തെലുങ്കിൽ നിന്നുള്ളതാണ്. അല്ലാതെ കുറേ അലവലാതി കേസൊക്കെ ഉണ്ട്. ഗോപിചന്ദ്, മിഥുനോ അങ്ങനെ കണ്ടു പറയുന്ന ഓരോരോ അലവലാതി കേസൊക്കെ ഉണ്ട്. അതായത് സ്വന്തം തന്തയുടെ പൈസ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഒരു എക്സ്പ്രഷൻ പോലും ഇല്ലാതെ സിനിമ കയറിക്കൊണ്ടിരിക്കുന്ന കുറേ പേരുണ്ട്. അത് സിനിമ ഇറങ്ങിയാലും അവരുടെ വീട്ടുകാരോ ആരെങ്കിലുമൊക്കെ കാണത്തുള്ളായിരിക്കും. അല്ലാതെ അത്യാവശ്യം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ അലവലാതികളെ പറ്റിയൊന്നുമല്ല, ചെറിയ ചെറിയ രീതിയിൽ കേരളത്തിലും പോപ്പുലറായിട്ടുള്ള ആക്ടർമാരെ പറ്റിയാണ്. അപ്പോൾ വീഡിയോ അവസാനം വരെ ഒന്ന് കാണണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഒന്നാമത്തെ ആളെന്ന് പറഞ്ഞാൽ മഹേഷ് ബാബുവിനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് പറയുന്നത്. ഈ ആക്ടർമാരെ പറ്റിയല്ല എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയുന്നത്. മഹേഷ് ബാബു എന്ന് പറഞ്ഞാൽ അത്യാവശ്യം അവിടെയൊക്കെ പോപ്പുലറായിട്ടുള്ള, അതായത് സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ എന്തുവെന്ന് വെച്ചാൽ പുള്ളിയുടെ കുഴപ്പമെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് എക്സ്പ്രഷൻ എന്തുവെന്ന് അറിയത്തില്ല. ചുമ്മാതെ വെറുതെ പുള്ളി ചിരിക്കുമെന്നോ കരയുമെന്നോ കോമഡി ഇമോഷൻ കാണിക്കുമെന്നോ അങ്ങനെയൊക്കെയുള്ള ഒന്നും തോന്നുന്നില്ല. എല്ലാം ഷോട്ടിലും ഒറ്റ എക്സ്പ്രഷൻ. പുള്ളിക്ക് ഒരു ഇതുണ്ട്, മൂക്ക് വീർപ്പിച്ചുകൊണ്ടുള്ള ഇതുണ്ട്. അല്ലാതെ എനിക്ക് ഇതുവരെ കാണാത്ത മുഖത്ത് ഒരു എക്സ്പ്രഷൻ പോലും തോന്നാത്തൊരു ആക്ടറായിട്ട് മഹേഷ് ബാബു വന്നിട്ടുള്ളത്. ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ തെലുങ്ക് സിനിമ കാണത്തില്ല. പോക്കിരി, ഗില്ലി ഇതൊക്കെയാണ് ഞാൻ ആദ്യമേ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ഇനി കുറേ വർഷം കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ തെലുങ്കിൻ്റെ റീമേക്ക് എന്ന് മനസ്സിലായി. അങ്ങനെയാണ് പുള്ളിയെ കാണുന്നത്. അന്നേരം നമ്മൾ അത് കമ്പയർ ചെയ്ത് നോക്കുമ്പം വിജയ് ചെയ്തതിൻ്റെ 7 അയലത്ത് പോലും വന്നിട്ടില്ല ഈ മഹേഷ് ബാബു ഒന്നും. ആ ഒരു പെട്ടതല്ലേ. റീമേക്ക് വിജയ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒരു 7 അയലത്ത് പോലും വന്നിട്ടില്ല. അപ്പോൾ അത്രയും ഒന്നുമില്ല. ഇപ്പോൾ അടുത്ത പടം ചെയ്യാൻ പോകുന്ന രാജമൗലിയായിട്ടൊക്കെ തോന്നുന്നു. രാജമൗലിക്ക് അങ്ങനെ അബദ്ധം പറ്റാറില്ല, എന്തുവെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും ഒരു എക്സ്പ്രഷൻ പോലും, ആക്ടിങ് എന്തുവെന്ന് പോലും അറിയാത്ത പുള്ളിക്ക് കുറേ അല്ലാതെ മാസ് ഓഡിയൻസ് കാണും, അല്ലാതെ ഒരു രീതിയിലും എനിക്ക് ഒരു ആക്ടിങ് എന്തുവെന്ന് പോലും അറിയാത്ത ഒരു ആക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇനി രണ്ടാമത്തെ വ്യക്തിയിലോട്ട് പോകാം. രണ്ടാമത്തെ വ്യക്തി എന്ന് പറഞ്ഞാൽ ചിരഞ്ജീവി എന്ന് പറയുമ്പം സത്യം പറഞ്ഞാൽ കോമഡി പീസ്. പണ്ടൊക്കെ പുള്ളി നല്ലോണം ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ ഈ ഒരു ജനറേഷനിൽ പുള്ളി കോമഡി പീസായിട്ട് തന്നെ മൊത്തം ചെയ്യാറുള്ളത്, മൊത്തം കോമഡി പീസ്. അപ്പോൾ എല്ലാവരും നോക്കിയാലും ഇപ്പോൾ മലയാളത്തിലായാലും തമിഴിലായാലും എല്ലാം കൊണ്ടൊന്ന് റീമേക്ക് ചെയ്ത് കുളമാക്കുക. അങ്ങനെയാണ് റീമേക്ക് സ്റ്റാർ എന്നൊക്കെയാണ് ചിരഞ്ജീവിയെ സൂപ്പർ സ്റ്റാർ എന്നുള്ളത്, സൂപ്പർ സ്റ്റാർ മെഗാസ്റ്റാർ എന്നുള്ളത് ഈ റീമേക്ക് സ്റ്റാർ എന്നും കൂടെ ആക്കിക്കൊള്ളാം. അത് കുളമാക്കി കൊടുക്കുക. ഒരു ഇതുമില്ല. ചുമ്മാതെ പുള്ളി എന്തു കാണിക്കുന്ന ആക്ഷനിലൊക്കെ ഈ വയസ്സായി കഴിഞ്ഞാൽ പോയി വീട്ടിൽ ഇരിക്കണം. അല്ലാതെ ചുമ്മാതെ ഇതേപോലെ കോപ്രായം കാണിച്ചുകൊണ്ടിരിക്കേണ്ട ഇതില്ല. എനിക്കും അതൊരു വേസ്റ്റ് ആക്ടറായിട്ട് ഇപ്പോഴത്തെ ഈ ജനറേഷനിൽ, പണ്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരിക്കും, ഹിറ്റായിട്ടുണ്ടായിരിക്കും, ഈ ജനറേഷനിൽ ഒരു വേസ്റ്റ് ആക്ടറായിട്ട് ഇപ്പം 2 വേസ്റ്റ് ആക്ടർമാരായിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ആൾ നോക്കാം. മൂന്നാമത്തെ ആൾ ബാലയ്യ നന്ദപുരി ബാലയ്യെ പറ്റി പറയുവാണെങ്കിൽ അറിയാം. ചോട്ടാ ഭീമിൻ്റെ വിട്ട് പുള്ളിയെ ഞാൻ ഇതിലോട്ടൊരു ആക്ടറായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഒരു കാർട്ടൂണിനെക്കാട്ടിലും ഒരു കോമഡി ആയിട്ടുള്ള സിനിമകളാണ് പുള്ളി ചെയ്യാറുള്ളത്. പിന്നെ അത് ഇഷ്ടപ്പെടുന്ന കുറേ പേര് കാണും അവരുടെ നാട്ടിൽ. ഇവിടെയൊക്കെ ഉള്ളവർ, ഞാനും പുള്ളിയെ ഒരു ആക്ടറായിട്ട് കാണുന്നില്ല, ഒരു കാർട്ടൂൺ, ഒരു കോമാളിയായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ ആ പുള്ളി ഞാൻ കളയുന്നത്. ഞാൻ ഒരു സിനിമ കാണാൻ പോലും തയ്യാറാവാത്ത വ്യക്തികളാണ് ഇവരൊക്കെ. ഇതിലോട്ട് പോകാം. അടുത്ത ആളെന്ന് പറഞ്ഞാൽ രാംചരൺ നോക്കാം. അത്യാവശ്യം ഇപ്പം കേരളത്തിലും ഫാൻ ഫോളോയിങ് പുള്ളിക്കുണ്ട്, കേരളത്തിലുണ്ട്. എന്ന് വെച്ചാൽ വലിയ രീതിയിൽ അല്ലെങ്കിലും ആയി വരുന്നുണ്ട്. ആക്ടിങ് വെച്ച് നോക്കുകയാണെങ്കിൽ എക്സ്പ്രഷൻ ഒന്നും പുള്ളിക്ക് വന്നിട്ടില്ല. പക്ഷേ പുള്ളി ആ തെലുങ്കന്മാരുടെ ഇടയ്ക്ക് നിന്നൊക്കെ ഒന്ന് മാറി നിന്നാൽ പുള്ളിക്ക് അത്യാവശ്യം ഫാൻ ഫോളോയിങ് കിട്ടും. ഇതേപോലെ ഈ വേറെ ഏതെങ്കിലും തമിഴിലായാലും പുള്ളി പടം ചെയ്താലും കുഴപ്പമില്ല, തെലുങ്കന്മാരുടെ അടുത്ത് പോയി കിടന്ന് ട്രോള് മേടിക്കാതിരിക്കുക. പുള്ളിക്ക് അത്യാവശ്യം ഓഡിയൻസ് കേരളത്തിലും സൗത്ത് ഇന്ത്യയിലും ഉണ്ട്. ഇത് അവരുടെ സിനിമയുണ്ട്. പുള്ളിക്ക് എക്സ്പ്രഷൻ വരത്തില്ല, അത് അറിയാം. എക്സ്പ്രഷൻ ഒന്നും ഇല്ലാത്തൊരു ആക്ടറാണ്. അത്യാവശ്യം ഫാൻ ഫോളോയിങ് കേരളത്തിലുണ്ട്. അപ്പോൾ കയറി വരുന്ന ഒരു ആക്ടറാണ്. പക്ഷേ അമർ ചെയ്താൽ അത് ട്രോളായിട്ടേ മാറത്തുള്ളൂ. ആക്ടിങ് ബേസി ലോയാണ്. പിന്നെ അടുത്ത എന്ന് പറഞ്ഞാൽ 2 പേരുടെ പേര് ഞാൻ പറയാം. ഇവർക്ക് 2 പേർക്ക് ഏകദേശം ഒരേ ലുക്കെന്ന് പറഞ്ഞാൽ എന്തുവാ ഞാൻ പറയാം. പവൻ കല്യാണും രവി തേജ, ഇവർ 2 പേരും നോക്കിക്കഴിഞ്ഞാൽ ഇവർ സീരിയസ് ആയിട്ട് ചെയ്താലും കോമഡി ചെയ്താലും, ഇവർ സത്യം പറഞ്ഞാൽ ഒരു സ്റ്റേജ് ഷോയിൽ വന്നിരുന്നാലും ഇവർ കഞ്ചാവ് ലുക്കാണ് 2 പേർക്കും. നോക്കിയൊരു ഇവരുടെ നോർമൽ ലുക്ക് എന്ന് പറഞ്ഞാൽ 2 കഞ്ചാവ് ആയിട്ടുള്ളൊരു ലുക്കാണ്. സിനിമയിലായാലും എന്തുമായാലും എങ്ങനെ കണ്ടാലും പുള്ളി 2 പേരും ഒരു കഞ്ചാവ് ലുക്കിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആക്ടിങ് പിന്നെ പറയേണ്ട വേസ്റ്റ് ആക്ടർമാർ തന്നെയാണ് 2 പേരും. അപ്പം അടുത്ത കാലത്ത് കണ്ടൊരു ടൈഗറോ ഏതാണ്ട് കൊണ്ട് പറയുന്ന രവി തേജ ഇറങ്ങിയത്, നമ്മൾക്ക് അതിൻ്റെ ട്രെയിലർ അല്ല കുറച്ച് സീൻ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും. അതൊന്നും നമ്മുടെ വിജയുടെ അടുത്ത് കോപ്രായം കാണിച്ച വംശിയാണ് അതിൻ്റെ ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്.
അപ്പോൾ വംശി ഇതേപോലെ കൊണ്ടുവന്ന് വിജയ് കോപ്രായം കാണിച്ചു. ഇപ്പം ലോകേഷ് ഒന്ന് രക്ഷപ്പെടുത്തിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ദയവ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് തമിഴിലോട്ട് വന്ന് പണി വെച്ച് കൊടുക്കാതിരിക്കുക. വിജയ് ഇപ്പോൾ ഏകദേശം ഒന്ന് രക്ഷപ്പെടുത്തിച്ചോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ രണ്ടും കഞ്ചാവ് ലുക്ക്, പവൻ കല്യാൺ, രവി തേജ, അപ്പോൾ രണ്ടും ബെസ്റ്റ് ആക്ടർമാരാണ്. അപ്പോൾ അടുത്ത ആളിലോട്ട് പോകാം. പ്രഭാസ് എന്ന് പറഞ്ഞാൽ അറിയാം, ഈ ഒരു ബാഹുബലി എന്ന് പറഞ്ഞൊരു പടം ഇല്ലെങ്കിൽ പുള്ളിയെ കേരളത്തിലും അറിയത്തില്ലായിരുന്നു, സൗത്ത് ഇന്ത്യയിലും അറിയത്തില്ലായിരുന്നു, ഒരു ഇൻഡസ്ട്രിയിലും അറിയത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ബാഹുബലി പുള്ളിയെ രക്ഷപ്പെടുത്തിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ സലാർ ഇറങ്ങാൻ പോകുന്നുണ്ട്. എങ്കിലും ഞാൻ മൊത്തം പറയുവാണെങ്കിൽ പുള്ളിക്ക് അഭിനയം വരുത്തില്ല. പുള്ളിക്ക് പിന്നെ അത്യാവശ്യം മാസ് നല്ല ബാനറിൽ വരുന്ന പടമൊക്കെ ആയതുകൊണ്ട് പുള്ളിയുടെ പടം എല്ലാവരും കാണാൻ പോകുന്നുണ്ട്. ആക്ടിങ് വൈസ് താഴെ നിൽക്കുന്ന ഒരു ആക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ, പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളൂ. എങ്കിലും പുള്ളിയുടെ പടം കാണാൻ ഇഷ്ടംപോലെ ആൾക്കാർ പോകും. അത് ബാഹുബലി എന്ന് പറഞ്ഞ ഒറ്റ സിനിമ ഉണ്ട്, അല്ലാതെ ആക്ടിങ് വൈസ് മാസ് ഓഡിയൻസ് വെച്ചൊന്നുമല്ല. അത് ആ ഒരു ഇത് ഉണ്ടായിട്ട് മാത്രമാണ് പോയത്. അല്ലാതെ പുള്ളി ഒരു ചെറിയൊരു പടം ഇനി ചെയ്യാൻ പറ്റുമോ? ഇനി ഒരു ചെറിയ പടം ചെയ്യാൻ പുള്ളിയെ കൊണ്ട് പറ്റത്തില്ല. ഇനി ആ ഒരു ലെവലിൽ നിന്നുകൊണ്ട് പടം ഫ്ലോപ്പ് ആവാനും മോശം അഭിപ്രായം പറയാനേ പുള്ളിയെ കൊണ്ട് ഇനി പറ്റത്തുള്ളൂ. അപ്പം എൻ്റെ ബേസിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇനി ഈ പ്രഭാസ് ഒരു ഒരു ആക്ടിങ്ങിലൊന്നും വല്ല മാസ് ഓഡിയൻസ് വെച്ച് പുള്ളിക്ക് പിടിയുണ്ട്. അത് അടുത്ത ആളിലോട്ട് പോകുകയാണെങ്കിൽ അല്ലു അർജുൻ നോക്കുകയാണെങ്കിൽ നമ്മൾ തെലുങ്ക് സിനിമയിലോട്ടൊന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി തന്നെ അല്ലു അർജുൻ്റെ സിനിമകൾ വന്നതൊക്കെ പിന്നെയാണ് തെലുങ്ക് എന്ന് പറഞ്ഞൊരു ഇൻഡസ്ട്രി ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. എന്ന് പറഞ്ഞ് പുള്ളിക്ക് ആ ഒരു ലെവലിൽ വെക്കുകയാണെങ്കിൽ ആക്ടിങ് ഒക്കെ വലിയ മോശമായിരുന്നു ആ സമയത്തൊക്കെ. ആക്ടിങ് അല്ല, പുള്ളിയുടെ ആദ്യത്തെ 2-3-4 പടങ്ങളും നല്ലോണം ഹിറ്റായിട്ടുണ്ട്. അത് കഴിഞ്ഞ് പുള്ളി ഡൗൺ ആയി. ഇപ്പം പുഷ്പ അത്ര വലിയ സിനിമയാണെന്ന് ഞാൻ പറയത്തില്ല. പുഷ്പ 2 വരുന്നുണ്ട്. പുഷ്പ അത്ര വലിയ സിനിമയാണെന്ന് പറയത്തില്ല. എനിക്കൊരു ഫസ്റ്റ് ഹാഫിൽ പുള്ളിയുടെ ഇതൊക്കെ കൊള്ളാം, ഒന്ന് മാറ്റിയിട്ടുണ്ട്. എങ്കിലും ഒരു അല്ലു അർജുൻ സിനിമയായിട്ടേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. എക്സ്പ്രഷനൊക്കെ പഴയതിനെ അപേക്ഷിച്ച് ബെറ്ററായിട്ട് വരുന്നുണ്ട്. കേരളത്തിലും പുള്ളിക്ക് ഇപ്പം അന്യഭാഷയിൽ ഇപ്പം ഇവിടെ കേരളത്തിൽ നല്ലൊരു ഓഡിയൻസ് കേരളത്തിലുമുണ്ട്. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് പുഷ്പ 2. എങ്കിലും പുഷ്പ അത്ര വലിയ സിനിമയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എങ്കിലും ബാക്കിയുള്ള ആക്ടർമാരെയൊക്കെ അപേക്ഷിച്ച് ഏറ്റവും എന്ന് പറയത്തില്ല, അത്യാവശ്യം എക്സ്പ്രഷൻ കാണിക്കാൻ പറ്റിയൊരു ആക്ടറായിട്ട് എനിക്ക് അല്ലു അർജുനെ തോന്നിയിട്ടുള്ളത്. അതായത് എന്തുകൊണ്ടല്ലോ പഴയതിനെ വെച്ചൊക്കെ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. എന്നും പറഞ്ഞൊരു നാഷണൽ അവാർഡ് കിട്ടേണ്ട ഒരു ആക്ടറൊന്നും അല്ല, അത്രയൊന്നും ആയിട്ടില്ല. അതൊക്കെ ആവണമെങ്കിൽ ഇപ്പോൾ എന്തിനാ കൊടുത്തതെന്ന് മനസ്സിലാവത്തില്ല. അതൊക്കെ ആവണമെങ്കിൽ കുറേ വർഷം കാത്തിരിക്കേണ്ടി വരും. എന്തായാലും അത്രയും വലിയ ആക്ടറൊന്നും അല്ല, എങ്കിലും മറ്റേ ആക്ടർമാരെ അപേക്ഷിച്ച് ഇച്ചിരി നല്ലൊരു ആക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇനി അടുത്ത ആളിലോട്ട് പോകാം. അടുത്ത ആളെന്ന് പറഞ്ഞാൽ NTR എന്ന് പറഞ്ഞാൽ എൻ്റെ പേഴ്സണലി അത്യാവശ്യം അഭിനയിക്കാൻ പറ്റുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയുള്ളൂ പറഞ്ഞാൽ NTR മാത്രമാണ്. NTR അല്ലു അർജുനും, അല്ലാതെ വേറെ ആരും എനിക്ക് ഒരു ഇതായിട്ട് തോന്നിയിട്ടില്ല. NTR എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ പുള്ളിയുടെ പടങ്ങൾ കാണുമ്പോൾ എനിക്ക് ചിരിയായിരുന്നു വന്നിട്ടുള്ളത്. ഇടയ്ക്ക് ആക്ഷൻ പടങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് ചിരിയായിരുന്നു വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇച്ചിരി നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ നമ്മൾ ജനത ഗ്യാരേജ് തൊട്ടാണ് ഞാൻ പുള്ളി ഇച്ചിരി സീരിയസ് ആയിട്ട് വന്നിട്ട് ആക്ടർ എന്ന രീതിയിൽ കാണാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ഇപ്പം RRRനകത്തൊക്കെ വന്നപ്പോൾ നല്ല പെർഫോമൻസ് വെച്ച് ഇച്ചിരിയെങ്കിലും അഭിനയിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് NTRന് പറ്റിയിട്ടുണ്ട്. NTRനെ അതുകൊണ്ട് പറ്റത്തുള്ളൂ. NTRും അല്ലു അർജുനും, ഈ 2 ആക്ടർമാരെ എനിക്ക് പേഴ്സണലി ഒരു ടോളിവുഡിൽ നിന്നൊരു അഭിനയം ഇച്ചിരിയെങ്കിലും കാണിക്കാൻ പറ്റുന്ന ആക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ ഇതിനകത്ത് നാനിയുടെ കാര്യം ഞാൻ പറയുന്നില്ല. ആക്ടർമാർ അല്ലു അർജുനും NTRും, ഇവർ രണ്ടുപേരുമാണ് എനിക്ക് പേഴ്സണലി തെലുങ്കിൽ നിന്നും അത്യാവശ്യം അഭിനയം ഉണ്ടെന്ന് തോന്നിയിട്ടുള്ളൊരു ആക്ടർമാർ. അപ്പം വീഡിയോയുടെ അഭിപ്രായം തോന്നിച്ച കമ്പനിയാണ് അടുത്തൊരു വീഡിയോ വരുന്നത്. ബൈ.